ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈക്രോൺ പെൻകിൻസ്. ഇന്ന് നമ്മൾ ഹാർബർ ഫ്രണ്ട്ലി വിവോസിറ്റി മോളിലാണ് വന്നിരിക്കുന്നത്. അപ്പം അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് നല്ല രസമുണ്ടല്ലേ ഇന്നത്തെ ഡെക്കറേഷൻ ഇവിടുത്തെ. ഒരു ക്യാൻഡി കെയിൻ, ഒരു ക്യാൻഡി ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഒക്കെ വെച്ചിട്ട് നല്ല ക്യൂട്ട് ഡെക്കറേഷൻ. അപ്പം നമ്മളതൊക്കെ കണ്ടിട്ട് ഇനി ടാങ്ക്സിലോട്ട് പോവാണ്. ടാങ്ക്സിലെ ഡെക്കറേഷൻസും ടാങ്ക്സിലെ ഓർണമെൻറ്റ്സ്, ക്രിസ്മസ് ട്രീസ് ഒക്കെ കാണാം. നല്ല രസമുണ്ട്. ഭയങ്കര സ്പാർക്ക്ലി ആയിട്ടെല്ലാം ഇങ്ങനെ ഭയങ്കര രസമുണ്ട് കാണാൻ. അവിടുത്തെ ഓർണമെൻറ്റ്സും ഡെക്കറേഷൻസും ഓരോ ഐറ്റംസും ഭയങ്കര ഭംഗിയും നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഡീറൊക്കെ കണ്ട, വൈറ്റ് ഡീർ ഭയങ്കര ക്യൂട്ടല്ലേ. ഈ ടാങ്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റോറാട്ടോ. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇലക്ട്രോണിക്സ്, മേക്കപ്പ്, സ്കിൻ കെയർ, ക്രോക്കറീസ്, കുക്ക് വെയർ, എല്ലാ ഐറ്റംസും ലൈക്ക് എവറിത്തിങ്. നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും, പെറ്റ് ലിനൻ, ബെഡിങ്സ്, എവറിത്തിങ് എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ഇവിടെ ഒന്നിങ്ങനെ കുറേ നേരം ഇങ്ങനെ വിൻഡോ ഷോപ്പിങ്ങിൽ എല്ലാം നോക്കി നടന്ന് പിന്നെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ മാത്രം മേടിക്കും. പക്ഷേ ക്രിസ്മസ് ഐറ്റംസൊക്കെ ഭയങ്കര എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതിൽ മേടിക്കാനാണെങ്കിൽ എല്ലാം മേടിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഒത്തിരി മേടിക്കത്തില്ല. ഇങ്ങനെ ജസ്റ്റ് എല്ലാം നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. അങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി ക്രിസ്റ്റലായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ കണ്ടു. ഭയങ്കര പ്രിറ്റിയല്ലേ. അപ്പം അതൊക്കെ കണ്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിങ്ങനെ ഇവിടെ ടാങ്ക്സിലാണെന്ന് തോന്നുന്നു ഇത്രയും നല്ല ഇങ്ങനെ ക്രിസ്റ്റലായിട്ടുള്ളതൊക്കെ കാണുന്നത്. മോസ്റ്റ്ലി വേറെ ക്രിസ്മസ് സ്റ്റോഴ്സിലൊക്കെ നോക്കുമ്പോൾ തന്നെ എല്ലാം ഈ ബോബിൾസൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. ഇത് നല്ല രസമുണ്ട്, ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ ഈ ഫ്ലഫി ആയിട്ടുള്ള ആനിമൽസ് ലൈക്ക് ഡിയറൊക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ ഇതൊക്കെ റെഡ്സ്, ഇതൊക്കെ നോർമൽ എല്ലായിടത്തും ഉണ്ട്. എല്ലാ ഷോപ്പിലും ഇത് സെയിം ഐറ്റംസ് ഒക്കെ കിട്ടും. നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് ഒക്കെ സ്റ്റാർട്ടായോ? ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തോ? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും മേടിച്ചില്ലെങ്കിലും ഇങ്ങനെ ഇതെല്ലാം കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ മോസ്റ്റ്ലി ഞാനിങ്ങനെ എല്ലാ മോളിലും പോയിട്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ കുറേ നേരം പോയി നോക്കും. എല്ലാം ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ്, ക്രിസ്മസ് കുക്കീസ്, ക്രിസ്മസ് ചോക്ലേറ്റ്സ്, ക്രിസ്മസ് ക്യാൻഡി, വാട്ടർ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്മസ് റിലേറ്റഡ് എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി ക്രിസ്മസ് കുക്കീസൊക്കെ ഉണ്ട് നല്ല ക്രിസ്മസ് ഈ പാക്കേജിലൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് ടൈം ചുമ്മാ പോവുകയാണ്. ബട്ട് വേറെ ഐറ്റംസ് നോക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ നോക്കി കുക്ക് വെയർ ഐറ്റംസ് ഇതും ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ, കളർഫുള്ളായിട്ടുള്ള. അപ്പോൾ അതൊക്കെ നോക്കി. നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? പിന്നെ കളർഫുള്ളായിട്ട് കാണുന്ന നെക്രോസ് ബ്രാൻഡിൻ്റെ കുക്ക് വെയറാണ് കാസ്റ്റൈൻ ഫിനാബിൾ കാസ്റ്റൈനാണ്. ആക്ച്വലി ഇത് ഭയങ്കര ഹെവിയാണ്, അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇത് മേടിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കളറൊക്കെ കാണുന്നത്, നല്ല കളർഫുള്ളല്ലേ. പിന്നെ ബാക്കി ഇങ്ങനെ എന്തൊക്കെ നോക്കി നടന്ന് എന്താ പറയുക, ഇതൊക്കെ മേടിക്കണം തോന്നും, മേടിക്കരുത്. നമ്മൾ കൺട്രോൾ, ഇങ്ങനത്തെ ഷോപ്പുകളിൽ കയറുമ്പോൾ കൺട്രോളാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കി നടന്ന് മോസ്റ്റ്ലി വിൻഡോ ഷോപ്പിംഗ് ആണ്. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മേടിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് വീണ്ടും ക്രിസ്മസ് സെക്ഷനിലോട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ കണ്ണങ്ങോട്ട് മാത്രമേ പോകത്തുള്ളൂ. മെയിനായിട്ട് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻ എവിടെ ഉണ്ടോ, ക്രിസ്മസ് സാധനങ്ങൾ എവിടെ ഉണ്ടോ, ക്രിസ്മസ് ഐറ്റംസ് അവിടെ തന്നെ ഞാൻ പോകും. അതാണ്. പിന്നെ ഇനി അടുത്ത ഷോപ്പിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനിലാണ്. പിന്നെന്താ, ഈ ബോബിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമല്ലേ. പിന്നെ പിന്നെ വീട്ടിൽ കൊണ്ടുപോകാനോ പ്ലാൻ ചെയ്തു, മേടിക്കണോ എന്ന്. പിന്നെ ഏഞ്ചൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം ഫസ്റ്റ് ഫ്ലോറിൽ കണ്ട ഒരു നേവിയുടെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, നേവി അറ്റ് വിവോ എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര രസമുണ്ട് കേട്ടോ കണ്ടിട്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം നമ്മൾ അവിടോട്ട് പോയി ഒന്ന് കാണാം, ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കുറച്ച് ഗെയിംസൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം അതൊക്കെ പോയി നോക്കണം. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം കേട്ടോ. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നേവിയുടെ വീഡിയോ സെപ്പറേറ്റ് ഇടാം.
ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആട്ടോ. ലൈക്ക് അവിടെ കുറേ സ്റ്റേഷൻസ് ഒക്കെ കണ്ടോ, നമുക്ക് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഒരു ലാർജസ്റ്റ് നേവിയുടെ ലാർജസ്റ്റ് ഷിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറാനൊക്കെ പറ്റും. എന്താണല്ലോ അതൊരു സെപ്പറേറ്റ് വീഡിയോ ഇടുക കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ടോയ്സ് ആർ എസിലോട്ട് പോവാണ്. ടോയ്സ് ആർ എസ് ആണ് അടുത്ത പ്ലാൻ. മോൻ കൂടെ ഉണ്ട്, അപ്പോൾ ടോയ്സ് നോക്കണം, കുറച്ച് ചുമ്മാ നോക്കണം, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണ്. നേരത്തെ പറഞ്ഞല്ലോ തന്നെ അത് അവൻ്റെ വിൻഡോ ഷോപ്പിംഗ്. ഞാനിപ്പോൾ ടാക്സിൽ എൻ്റെ വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നു. ഇപ്പം അവൻ്റെ ഇപ്പം നമ്മൾ കാണുന്ന ടോമിക്കയുടെ സെക്ഷനാണ്. ടോമിക്കയാണ് ആളുടെ ഫേവറേറ്റ്. ലൈക്ക് ടോമിക്ക കണ്ട പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ടോമിക്കയുടെ കളക്ഷനാണ് മെയിൻ പരിപാടി. ടോമിക്കയുടെ എന്തൊക്കെയാണ് ന്യൂ ഐറ്റംസ് ഇതൊക്കെ നോക്കുവാണ് നമ്മൾ. ന്യൂ ആയിട്ട് കുറേ മോഡൽസൊക്കെ അവർ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്, കിഡ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലെഗോ സെക്ഷൻ, ലെഗോ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരോടാണ് അത് പ്ലേ ചെയ്യുന്നത് മെയിനായിട്ട്. ലെഗോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഈവൻ കിഡ്സിനാണെങ്കിലും അഡൾട്ട്സിനാണെങ്കിലും ലെഗോ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ലെഗോ നോക്കി നമ്മൾ ലെഗോയുടെ ഒരു ബിഗ് ഫെറാറി കാറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, ഭയങ്കര അടിപൊളിയാണത്. അതെപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ, വിവോ സിറ്റിയിലെ ടോയ്സ് ആർ എസിൽ. പിന്നെ നേരെ ആളങ്ങോട്ട് ഓടിപ്പോയി, അത് ഭയങ്കര ഇഷ്ടമാണ് ആ കാറ്. പിന്നെ ഇങ്ങനെ ഇതൊക്കെ നോക്കി നടക്കുക, അതാണ് മെയിൻ പരിപാടി. ഇവിടെ എനിക്ക് വലിയൊരു ഷോപ്പ് ചെയ്യാനൊന്നും ഇല്ല, അതുകൊണ്ട് കൂടെ നടന്ന് എല്ലാം കാണുമോ ഞാൻ. ഹോട്ട് വീൽസിൻ്റെ സെക്ഷനിൽ പോയി ഹോട്ട് വീൽസ് കാർസ്, സ്ലൈഡ്സ്, അതിൻ്റെ ഓരോ ഐറ്റംസൊക്കെ കണ്ട്. പാരിയോ ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഗെയിംസ് കളിക്കാറുള്ള ഏജ് ആയിട്ടില്ല. പിന്നെയും ടോമിക്ക സെക്ഷനിലെത്തി. ടോമിക്കയുടെ ഇതുണ്ടെങ്കിൽ ടോമിക്കയുടെ പ്ലാറയിൽ എന്ന് പറഞ്ഞ ട്രെയിൻ സെറ്റ് ഉണ്ട്, അതിൻ്റെ ട്രെയിനുകളാണ്, ജാപ്പനീസ് ട്രെയിൻസ്, ഷിൻകാൻസനൊക്കെ. പിന്നെ കുറേ കാർസ്, ട്രക്സ്, ക്രേസിയാണ് ഇതിൻ്റെയൊക്കെ. പിന്നെന്താണ് ഇതൊക്കെ കണ്ടോ, ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാ മോസ്റ്റ്ലി എല്ലാ ടോയ്സ് ആർസിലും അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ടോമിക്കത് പ്ലാറയിൽ, ഈ ട്രെയിൻ ട്രാക്കാണ് പ്ലാറയിൽ. പേരൻസിനൊക്കെ റിലേറ്റബിൾ ആണല്ലോ അല്ലേ, കിഡ്സിൻ്റെ ടോയ് ഷോപ്പിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ടോയ്സ് നോക്കി നടക്കുക. പോസ്റ്റാണ് ബട്ട് കുഴപ്പമില്ല, രസമാണ്, എൻജോയബിളാണ്. നമ്മളും അതിലോട്ട് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടിരുന്ന് എല്ലാം ചെക്കൊക്കെ ചെയ്ത് എല്ലാം നോക്കിയൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ന്യൂ ടോയ്സൊക്കെ കാണാം. എന്തൊക്കെയാണ് പുതിയ ഐറ്റംസ്, പുതിയ കിഡ്സിൻ്റെ ഇപ്പോഴത്തെ ടോയ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കും കാണാൻ പറ്റും. അപ്പം കുറച്ച് നമ്മളും അതിലൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ച്, അപ്പോൾ അവർ ഭയങ്കര കൂളായിട്ട് ഷോപ്പ് ചെയ്യും. ഇപ്പം നമ്മളാണെങ്കിൽ മതി നിർത്തി പോകാം എന്ന് പറഞ്ഞിരുന്നാൽ അവർക്കും കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും. ഇപ്പം നമ്മൾ ഷോപ്പ് ചെയ്യുമ്പം ആരെങ്കിലും നമ്മളെ ഒത്തിരി സ്ട്രെസ് ചെയ്യുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റ് ആവില്ല, അതുപോലെ തന്നെ കിഡ്സിനും. അപ്പം നമ്മൾ കുറച്ച് ടൈം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക, അവർ എൻജോയ് ചെയ്യട്ടെ. അവർക്ക് അപ്പോൾ എല്ലാം മേടിക്കണം അങ്ങനെ തോന്നത്തൊന്നുമില്ല. അപ്പം കുറച്ച് ഫ്രീ ആയിട്ട് കിഡ്സിനെയൊക്കെ വിടുക, എല്ലാവരും എൻജോയ് ചെയ്യുക ഷോപ്പിങ്ങൊക്കെ. എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ അടുത്തത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലെത്തി. എൻ്റെ ഹസ്ബൻഡിന് ഷോപ്പിംഗ് ഇഷ്ടമല്ല, അപ്പം ആളവിടെ പോസ്റ്റാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷോപ്പിംഗ്, ഞാനും മോനും കൂടെ ഷോപ്പിംഗ്, ഹസ്ബൻഡ് അവിടെ പോസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കി അടുത്ത ഷോപ്പിലെത്തി, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. ഇവിടുത്തെ പെർഫ്യൂംസും ലൈക്ക് ബോഡി വാഷൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്, ക്രിസ്മസ് ഫ്രാഗ്രൻസ് ഒക്കെ. അപ്പം ക്രിസ്മസ് ഫീൽ കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി ക്രിസ്മസ് ഫ്രാഗ്രൻസ് പെർഫ്യൂമൊക്കെ മേടിക്കാം. ബട്ട് ഈ ക്യാൻഡിലുണ്ടല്ലോ, ക്രിസ്മസ് ക്യാൻഡിൽസ്, ലൈക്ക് സെൻറ്റഡ് ക്യാൻഡിൽസ്, അത് എനിക്ക് ഇഷ്ടമാണ്. ബട്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല എന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അത് മേടിക്കാറില്ല. ബട്ട് ഞാനൊരു പെർഫ്യൂം മേടിച്ചു. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ് M&S. അപ്പോൾ M&Sലെത്തി. മാർക്ക് ആൻഡ് സ്പെൻസറിൽ എന്താ പറയുക, ഇവിടെ ലൈക്ക് ഇവിടുത്തെ കുക്കീസ്, ഇവിടുത്തെ ക്യാൻഡീസ്, ചോക്ലേറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. ഇവിടെയും ക്രിസ്മസ് റിലേറ്റഡ് ഐറ്റംസൊക്കെ ഒത്തിരി കിട്ടും കേട്ടോ, ക്രിസ്മസ് ഡെക്കറേഷൻസും ഒക്കെ. ബട്ട് ക്രിസ്മസ്
ആയിട്ടുള്ള ക്രിസ്മസി ആയിട്ടുള്ള കുക്കി പാക്കേജിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ നോക്കുമായിരുന്നു നമ്മൾ. നല്ല രസമില്ലേ, ലെറ്റേഴ്സ് ഫോർ സാന്റ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പാക്കേജിംഗ് ഒക്കെ. ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ മേടിക്കാം. പിന്നെ ഇവരുടെ ഷോർട്ട് ബ്രെഡ് ഭയങ്കര ടേസ്റ്റിയാണ്. ഷോർട്ട് ബ്രെഡൊക്കെ അടിപൊളി. ആക്ച്വലി ബെസ്റ്റ് ഷോർട്ട് ബ്രെഡ് ഞാൻ പറയുകയാണെങ്കിൽ അത് മാർക്ക് ആൻഡ് സ്പെൻസറിലെയാണ്. ഭയങ്കര അടിപൊളിയാട്ടോ, ട്രൈ ചെയ്യണം. പിന്നെ ക്രിസ്മസ് പുഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് പുഡിങ്, ക്രിസ്മസ് കേക്ക്സ്. പിന്നെ ഇവിടുത്തെ ബ്രെഡൊക്കെ നല്ല ക്വാളിറ്റിയാണ്, നല്ല ബ്രെഡാണ്. പിന്നെ കുക്കീസ്, ക്യാൻഡീസ് എല്ലാം നോക്കാം. ബട്ട് ഷുഗറാണ്, ഷുഗർ ഇൻടേക്ക് വളരെ കുറച്ചിരിക്കുകയാണ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഷോർട്ട് ബ്രെഡ് ഓൾ ബട്ടർ റെസിപ്പി, അടിപൊളിയാണ്. പിന്നെ അടുത്തത് എന്താണ്, ചോക്ലേറ്റ് എവ്രിവെയർ. ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ചോക്ലേറ്റ് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞോളൂ, ഷുഗർ ലിമിറ്റ് ചെയ്താൽ. പിന്നെ ഇവിടുത്തെ പേസ്ട്രീസ് ഒക്കെ അടിപൊളിയാണ്. ബട്ട് എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷായി. ടൈം ഒത്തിരി ആയതുകൊണ്ടായിരിക്കും എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഷോർട്ട് ബ്രെഡ് മാത്രം മേടിച്ചിട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ഇതിൻ്റെ പാർട്ട് 2 കാണണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 നേവിയുടെ വീഡിയോ. ബൈ.